ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ 5ാമത്തെ യൂണിറ്റിലെ എൻ്റെ അമ്മ എന്നുള്ള പാഠഭാഗമാണ് കേട്ടോ. കഥ നമുക്കൊന്ന് വായിക്കാം. ഇനി മറ്റൊരമ്മയെ പരിചയപ്പെടാം. എൻ്റെ അമ്മ. പാവപ്പെട്ട ഒരു കർഷക കുടുംബത്തിലാണ് എൻ്റെ ജനനം. വളരെ നേരത്തെ തന്നെ പിതാവ് യാത്ര പറഞ്ഞു. ഞാനും എൻ്റെ അനുജനും ദുഃഖിതയായ മാതാവും. വാത്സല്യം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. മാതാവിൽ നിന്ന് പോലും ലാളനയുടെ സ്നിഗ്ധഭാവങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. കുട്ടികളായ ഞങ്ങളെ വളർത്തുവാൻ അവർ കഷ്ടപ്പെട്ട് അധ്വാനിക്കേണ്ടി വന്നു. അതുകൊണ്ട് പരുപരുപ്പുകളിൽ കൂടി ഞങ്ങൾ വളർന്നു. മാതാവിൽ നിറഞ്ഞു നിന്ന നിസ്സഹായതാബോധം ചെറുപ്പത്തിലെ എന്നിലും പ്രതിഫലിച്ചു. തനിച്ച് റോഡിലിറങ്ങിയാൽ മോട്ടോർ മുട്ടുമെന്നോ കുളിക്കാൻ പോയാൽ വെള്ളത്തിൽ കൂടി ഒഴുകിപ്പോകുമെന്നോ പേടിക്കുന്ന സ്നേഹത്തിൻ്റെ കരുതൽ നടപടികൾ എനിക്കായി പ്രവർത്തിച്ചിട്ടില്ല. ശേഷിയുള്ളത് ശേഷിക്കുമെന്ന മട്ടിൽ ഞാൻ വളർന്നു കയറി. പരമാർത്ഥം പറഞ്ഞാൽ പണക്കാരുടെയും പരിഹാസ നിപുണരുടെയും കണ്ണുകൾക്ക് ഒരു ദുശ്ശകുനമായിട്ടാണ് എനിക്ക് വളരാൻ സാധിച്ചത്. അപ്പോൾ എന്താ മക്കളെ ഇവിടെ പറയുന്നത്? പാവപ്പെട്ട ഒരു കർഷക കുടുംബത്തിലാണ് ഈ കുട്ടി ജനിച്ചിട്ടുള്ളത് അല്ലേ. നേരത്തെ തന്നെ പിതാവ് മരിച്ചു പോയിട്ടുണ്ട്. ആരൊക്കെയാണ് ഉള്ളത്? അമ്മയും അനുജനുമാണ് ഉള്ളത്. പിന്നെ ചെറുപ്പത്തിലെ സ്നേഹം എന്താന്ന് കുട്ടി അറിഞ്ഞിട്ടില്ല. കാരണം മാതാവ് കഷ്ടപ്പെട്ട് വളർത്തുകയാണ് അല്ലേ. അമ്മ കഷ്ടപ്പെട്ട് വളർത്തുന്നതിനിടയ്ക്ക് സ്നേഹിക്കാനൊന്നും നമുക്ക് സമയം കിട്ടിയിട്ടില്ല. സ്നേഹം കാണിക്കാൻ സമയം ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലേ, ഇവരെ കഷ്ടപ്പെട്ട് വളർത്തുന്നതിനിടയിൽ. അപ്പോൾ ഈ കുട്ടി എന്താ പറയുന്നത്? നമ്മളൊക്കെ റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അമ്മ എന്ത് പറയും? സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ അല്ലേ. വണ്ടി തട്ടുമെന്നൊക്കെ പറയൂലേ. ഇനി വെള്ളത്തിൽ ഇറങ്ങുകയാണെങ്കിൽ സൂക്ഷിക്കണം, ഒഴുകിപ്പോകും എന്നൊക്കെ പറഞ്ഞ് പേടിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ വാത്സല്യം, നമ്മുടെ ഒരു കരുതൽ അമ്മമാർ നമ്മൾ നേരൊക്കെ പറയില്ലേ. അതൊന്നും ഈ കുട്ടിക്ക് ഉണ്ടായിട്ടില്ല. ബാക്കി കിട്ടിയാൽ വെള്ളത്തിലിറങ്ങിയാലും ഒഴുകിപ്പോയിട്ടില്ലെങ്കിൽ തിരിച്ചു വരും. തിരിച്ചു വരേണ്ടതാണ്, തിരിച്ചു വരും. ആ ഒരു രീതിക്കാണ് ഈ കുട്ടി വളർന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു ദിവസം ഞാൻ ശരിക്ക് ഇപ്പോഴും ഓർക്കുന്നു. അമ്മയോട് പഴങ്കഞ്ഞി വാങ്ങി കുടിച്ച ശേഷം കൂട്ടുകാരെ തേടി ഇറങ്ങി. എൻ്റെ ഒരു അയൽക്കാരൻ എന്നോടൊപ്പം പ്രായമുള്ള അയാളുടെ മകനുമായി സ്കൂളിലേക്ക് പോകുന്നു. ഈ കുട്ടി അമ്മയോട് പഴങ്കഞ്ഞൊക്കെ വാങ്ങി കുടിച്ചതിന് ശേഷം കൂട്ടുകാരെ തേടിയിട്ട് പോവുകയാണ്. ആ സമയത്ത് അവൻ്റെ ഒരു അയൽക്കാരന് ഈ കുട്ടിയുടെ അതേ പ്രായമുള്ള ഒരു മകനുമായിട്ട് സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി എന്താ ചോദിക്കുന്നത്? എന്നെ കൂടി കൊണ്ടുപോകാമോ എന്നായി ഞാൻ. അയാൾ സമ്മതിച്ചു. അങ്ങനെയാണ് ഞാൻ സ്കൂളിൽ ചേർന്നത്. ഉച്ച വിട്ടപ്പോൾ ഞാൻ അമ്മയോട് ചെന്ന് പറഞ്ഞു, അമ്മേ, ഞാൻ പള്ളിക്കൂടത്തിൽ ചേർന്നെന്ന് അല്ലേ. അയൽവാസി ഇതേ പ്രായമുള്ളൊരു മകനെയും കൊണ്ട് സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഈ കുട്ടി ചോദിക്കുകയാണ്, എന്നെയും കൂടെ കൊണ്ടുപോകുമോ എന്ന്. അപ്പോൾ അയാൾ സമ്മതിച്ച് സ്കൂളിൽ ചേർക്കുകയാണ്. അങ്ങനെയാണ് ഈ കുട്ടി സ്കൂളിൽ ചേർന്നത് അല്ലേ. ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കാൻ വിട്ട സമയത്താണ് അമ്മയോട് ചെന്ന് പറയുന്നത്, ഞാൻ പള്ളിക്കൂടത്തിൽ ചേർന്നു. വിദ്യാർത്ഥിയായിരുന്നപ്പോൾ എനിക്ക് ഫീസും ആഹാരവും തരാൻ വിഷാദഭാരത്തോടുകൂടി ബുദ്ധിമുട്ടുന്ന എൻ്റെ അമ്മയുടെ ആ നിസ്സഹായാവസ്ഥയാണ് ആദ്യമായി എൻ്റെ കൊച്ചു ഹൃദയത്തിൽ ചിരട്ടത്തീ കത്തിച്ചു തുടങ്ങിയത്. അടിയുടെയും ഓട്ടത്തിൻ്റെയും ചെകുത്താൻ തീ കണ്ടതിൻ്റെയും പറങ്കിമാവിൽ നിന്ന് വീണതിൻ്റെയും ഒക്കെ ധാരാളം കഥകൾ എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറയാനുണ്ടായിരുന്നു. ഈ സ്വാധീന ശക്തി നിമിത്തം പണക്കാരുടെ കുട്ടികൾക്ക് പോലും എൻ്റെ പരമാധികാരത്തിന് കീഴിലാണ് അന്ന് വർത്തിച്ചു പോന്നത്. 4ാം ക്ലാസ് ജയിച്ച ശേഷം എൻ്റെ കൂട്ടുകാർ ഇംഗ്ലീഷ് സ്കൂളിലേക്ക് പോയി തുടങ്ങി. എന്നെ ഇംഗ്ലീഷ് സ്കൂളിലേക്ക് അയക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ അമ്മയോട് ചോദിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ഇംഗ്ലീഷ് സ്കൂൾ ഉപദ്രവം സഹിച്ചുകൂടാതായ ഒരു ദിവസം നല്ലത് 4 തുടക്കി വെച്ച് തന്ന ശേഷം അമ്മ നൽകിയ നിർദ്ദേശം ഇതായിരുന്നു, പോയി വല്ല ജോലിയും നോക്ക്. ഇനി തീയിലും വെള്ളത്തിലും ഒന്നും പോകുകയില്ല. അമ്പ പടക്കുതിര കിടന്നു പെടയ്ക്കുന്നു. അപ്പോഴാ ഞൊണ്ടിക്കുതിര. അടികൊണ്ട ഞാൻ ഏങ്ങലടിച്ചു കരഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മുഖം തിരിച്ച് ആ സ്നേഹഗംഭീരയും കണ്ണുകൾ തുടയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മക്കളെ, ഇവിടെ എന്താ പറയുന്നത്? ഈ കുട്ടിയുടെ മനസ്സിലെ വേദനയുടെ ആഴത്തിൽ പിന്നെ ഒരു വിഷമം ഉണ്ടാക്കിയത് എന്താണ്? അവന് കുട്ടിയായിരുന്നപ്പോൾ, വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഫീസും ആഹാരവും തരാൻ വേണ്ടിയിട്ട് അമ്മയുടെ ബുദ്ധിമുട്ട് കണ്ടപ്പോഴാണ് അല്ലേ അവന് അത്രയും വിഷമായതോ. എങ്ങനെയെങ്കിലും കുറേ ജോലിയെടുത്ത് കഷ്ടപ്പെട്ടിട്ടാണ് വയറ് നിറച്ച് ആഹാരമെങ്കിലും, ഒരു നേരം ആഹാരമെങ്കിലും കൊടുക്കുന്നത്. അതിലൂടെ ഫീസ് കൊടുക്കാനും കൂടെ കഴിയാതെ നിൽക്കുന്ന അമ്മയുടെ നിസ്സഹായാവസ്ഥ കണ്ടപ്പോഴാണ് അവന് വളരെയധികം വിഷമമുണ്ടായത്. പിന്നെയോ അവൻ്റെ അനുഭവത്തിലൂടെ പല കഥകൾ പറയാനുണ്ട്. അപ്പോൾ സമ്പന്നരായിട്ടുള്ള ആളുകളുടെ മക്കൾ പോലും അവൻ്റെ കഥകൾ കേൾക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കൂടെ കൂടുമായിരുന്നു.
അങ്ങനെ കൂട്ടുകാരോട് കഥ പറഞ്ഞാണ് ഇദ്ദേഹം ഒരു കഥാകാരനായത് അല്ലേ. കഥയുടെ പേരെന്നെ എന്താണ്? പുസ്തകത്തിൻ്റെ പേരെന്താണ്? ഞാൻ കഥാകാരനായ കഥ എന്ന് തന്നെയാണ്. കുട്ടി എന്തൊക്കെ കഥകളാണ് കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തത്? അവന് കിട്ടിയ അടിയുടെയും ഓട്ടത്തിൻ്റെയും ചെകുത്താൻ തീ കണ്ടതിൻ്റെയും ഒക്കെ അല്ലേ. ചെകുത്താൻ തീ കണ്ടത് എന്തായിരിക്കും കുട്ടി ഉദ്ദേശിക്കുന്നത്? ചിലപ്പോൾ പണ്ട് കാലത്ത് കറണ്ടൊന്നും ഇല്ലാത്ത സമയത്ത് ആളുകൾ ഇരുട്ടത്ത് ചൂട്ട് കത്തിച്ച് പോവുക. ചൂട്ട് അറിയുന്ന ഓലല്ലേ, അത് കത്തിച്ച് പോകുന്ന നേരം വീട്ടിൽ നിന്ന് നോക്കുന്ന സമയത്തില്ലേ, അത് ഇരുട്ടത്തൊരു തീ കത്തിച്ച് വരുന്ന നേരം ചെകുത്താൻ തീ കണ്ടതാന്നൊക്കെ ഉള്ളത് മക്കൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതായിരിക്കാം. അതൊക്കെ രസകരമായിട്ട് കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ കൂട്ടുകാരൊക്കെ സമ്പന്നരായ മക്കളുടെ കൂട്ടുകാർ പോലും ഈ കുട്ടിയുടെ കൂടെ കൂടുമായിരുന്നു അല്ലേ. പിന്നെ പറങ്കിമാവിൽ നിന്ന് വീണതിൻ്റെയൊക്കെ കഥകളുണ്ടാവും. അങ്ങനെ ധാരാളം കഥകളുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള കുട്ടികളെ പോലെ അമ്മയും അച്ഛനും പിന്നാലെ നടന്ന് ഉപദേശിക്കാനോ കരുതലോടെ പറയാനോ ഒന്നുമില്ല. എല്ലാം പിന്നെ പുഴയിലാണെങ്കിലും മരത്തിൻ്റെ മുകളിലാണെങ്കിലും ഒക്കെ കയറും അല്ലേ. എന്നിട്ട് വീഴുക, എന്നിട്ട് അവിടെ നിന്ന് എണീറ്റ് പോരുക, അത്ര തന്നെ. ആരും കരുതലോടെ സ്നേഹത്തോടെ വയ്യേക്ക് പറയാനൊന്നുമില്ല. അപ്പോൾ പറങ്കിമാവ് എന്ന് പറയുന്നത് കശുമാവാട്ടോ, കശുവണ്ടിയില്ലേ, അതിൻ്റെ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് വീണ കഥകളൊക്കെ ഈ കുട്ടിക്ക് പറയാനുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ കൂടെ പഠിച്ച കുട്ടികളെല്ലാം 4ാം ക്ലാസ് ജയിച്ച ശേഷം ഇംഗ്ലീഷ് സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ അവൻ അമ്മയോട് അവനെയും ചേർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ വയ്യേക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം അമ്മ എന്ത് ചെയ്തു? ഉപദ്രവം സഹിക്കുക വയ്യാതായപ്പോൾ അമ്മ നല്ല 4 തുടക്കി വെച്ച് കൊടുത്തു അല്ലേ, നല്ല അടി കൊടുത്തു. എന്നിട്ട് പറയാണ്, പോയി വല്ല ജോലിയും നോക്കുമെന്ന്. ഇനി തീയും വെള്ളത്തിലും ഒന്നും പോകുകയില്ല. തീയും വെള്ളത്തിലും ഒന്നും പോകുകയില്ല എന്ന് പറഞ്ഞാൽ തീയും വെള്ളമൊക്കെ കുട്ടികൾക്ക് അപകടങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്, സംഭവങ്ങളാണ്. അപ്പോൾ അത് രണ്ടും കണ്ടാൽ തിരിച്ചറിയാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ജോലിക്ക് പോകാൻ സമയമായിട്ടുണ്ട്, ജോലിക്ക് പോയിക്കോ എന്ന് ഈ കുട്ടിയോട് അമ്മ പറയാണ്. എന്തുകൊണ്ടാണ് അമ്മ കുട്ടിയെ സ്കൂളിലേക്ക് വിടാത്തത് അല്ലേ? അപ്പോൾ ഇനിയും ഫീസ് കൊടുത്ത് പഠിപ്പിക്കാനുള്ള ആ ഒരു സാമ്പത്തികം അമ്മയ്ക്കില്ല. അപ്പോൾ അമ്മ അതിൻ്റെ കൂടെ പറയാണ്, പിന്നെ അമ്പട പടക്കുതിര കിടന്ന് പിടയ്ക്കുന്നു അപ്പോഴാ ഞൊണ്ടിക്കുതിരാന്ന്. അപ്പോൾ ഈ പണക്കാരൊക്കെ തന്നെ സ്കൂളിലേക്കൊക്കെ പോകാൻ പഠിക്കാനൊന്നും കഴിയാതെ പിന്നെ ബുദ്ധിമുട്ടാകുന്ന സമയത്ത് ഭക്ഷണത്തിന് പോലും കഴിവില്ലാത്ത നമ്മൾ പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണെന്ന് അമ്മ പറയാണ്. മര്യാദയ്ക്ക് പണിക്ക് പോയിക്കോ എന്ന്. അപ്പോൾ അമ്മ അവന് ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയും അവൻ കാണാതെ കണ്ണീര് തുടയ്ക്കുന്നുണ്ടായിരുന്നു. മോനെ അടിച്ചതിൽ അമ്മയ്ക്ക് നല്ല വേദനയുണ്ട്. മകനെ അടിച്ചത് എന്തുകൊണ്ടാണ്? അമ്മയുടെ നിസ്സഹായാവസ്ഥ കൊണ്ടാണ് അല്ലേ. അമ്മയ്ക്ക് ഫീസ് കൊടുത്ത് പഠിപ്പിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ്. അച്ഛൻ മരിച്ചും പോയല്ലോ. അപ്പോൾ അമ്മ മകന് കരയുന്ന സമയത്ത് മകനെ അടിച്ച വിഷമം കൊണ്ട് അമ്മയും മകന് കാണാതെ കരയുകയാണ്. അപ്പോൾ അമ്മയെ കൊണ്ടാണ് ഇവിടെ സ്നേഹഗംഭീര എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കഥയിലൂടെ നിസ്സഹായയായ ഒരു അമ്മയുടെ ദയനീയ മുഖമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എഴുതിയിരിക്കുന്നത് പൊൻകുന്നം വർക്കിയാണ്. പിന്നെ ആത്മകഥയുടെ പേര് ഞാൻ കഥാകാരനായ കഥ എന്നാണ്. ഇവിടെ പൊൻകുന്നം വർക്കി അദ്ദേഹത്തിൻ്റെ അമ്മയെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. വളരെ മനോഹരമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കഥയുടെ ഒരു ചെറിയ ഭാഗത്തിലൂടെ തന്നെ അവരുടെ ഒരു നിസ്സഹായാവസ്ഥയും ജീവിത സാഹചര്യവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് പ്രവർത്തനങ്ങൾ നോക്കാം. കുഞ്ഞു നൊമ്പരം. പൊൻകുന്നം വർക്കി തൻ്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഓർക്കുകയാണ്. എന്തെല്ലാം ഓർമ്മകളാണ് കഥാകാരൻ പങ്കുവെക്കുന്നത്? നിങ്ങളെ ഏറെ സ്പർശിച്ച അനുഭവം ഏതാണ്? പറയൂ. ഏതൊക്കെയാണ്? മറ്റുള്ളവരുടെ കൺമുന്നിൽ ദുശകുനമായി നിൽക്കേണ്ടി വന്നത്, അമ്മയുടെ സ്നേഹലാളനകൾ അനുഭവിക്കാൻ കഴിയാത്തത്, അയൽക്കാരൻ്റെ കൂടെ സ്കൂളിൽ ചേരാൻ പോയത്, ഇംഗ്ലീഷ് സ്കൂളിൽ ചേർക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അമ്മ അടിക്കുകയും വഴക്ക് പറയുകയും ചെയ്തത്, കൂട്ടുകാരെ കഥകൾ പറഞ്ഞ് വശത്താക്കുന്നത്, ആദ്യമായി അവൻ്റെ ഹൃദയത്തിലുണ്ടായ വേദന. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഓർമ്മകളായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിഷ്ടപ്പെട്ടത് എഴുതുക കേട്ടോ. അടുത്ത പ്രവർത്തനം എഴുത്തിൻ്റെ കരുത്ത്. അതുകൊണ്ട് പരുപരുപ്പുകളിൽ കൂടി ഞങ്ങൾ വളർന്നു. അടിവരയിട്ട പ്രയോഗം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കുട്ടിക്കാലത്ത് സഹിച്ച കഷ്ടപ്പാടുകളാണ് അല്ലേ. ഇനി മറ്റൊരു പ്രയോഗം നോക്കൂ. ശേഷിയുള്ളത് ശേഷിക്കും എന്ന മട്ടിൽ ഞാൻ വളർന്നു കയറി.
ശേഷിയുള്ളത് ശേഷിക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഏത് സാഹചര്യങ്ങളോടും പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിവുള്ളവർ അവശേഷിക്കും. പിന്നെ ഈ പാഠത്ത് എന്തൊക്കെയാണുള്ളത്? ചിരട്ടത്തീ കത്തിക്കുക അല്ലേ? മനസ്സിൽ അതികഠിനമായ വേദന അനുഭവപ്പെടുക എന്നാണ് അതിൻ്റെ അർത്ഥം. തീയിലും വെള്ളത്തിലും പോകുകയില്ല, ഇനി ആപത്തിൽ ചെന്നു ചാടില്ല, എല്ലാം തിരിച്ചറിയാനായിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അമ്പ പടക്കുതിര കിടന്നു പെടയ്ക്കുന്നു, അപ്പോഴാ ഞൊണ്ടിക്കുതിര. അവരവരുടെ കഴിവിനനുസരിച്ച് ജീവിക്കണം എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത പ്രവർത്തനം അമ്മയെക്കുറിച്ച്. താഴെ ചേർത്ത കവിതകൾ ഗ്രൂപ്പുകളിൽ വായിച്ച് ചർച്ച ചെയ്യൂ. അമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ അപർണ പറഞ്ഞു, അമ്മയ്ക്ക് നല്ല മണം. എന്ത് മണം? അമ്മ മണം. അപ്പോൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? കുട്ടിക്ക് അമ്മയോടുള്ള ആഴത്തിലുള്ള സ്നേഹവും അടുപ്പവുമാണ് അല്ലേ? കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ സുഗന്ധം എന്നത്, അമ്മയുടെ മണം എന്നത് വൈകാരികമായ സുരക്ഷിതത്വവും ആശ്വാസവുമാണ്. അടുത്തത്, ഞാൻ ആദ്യമായി നീരുറവ കണ്ടത് എൻ്റെ അമ്മയുടെ കണ്ണിൽ നിന്നാണ്. ഒരു വെയിലായി എനിക്കതിനെ വറ്റിക്കാനാവുമോ? ഈ വരികളിൽ എന്താണ് പറയുന്നത്? അമ്മയോടുള്ള സ്നേഹവും കടപ്പാടും വ്യക്തമാക്കുന്ന വരികളാണ് അല്ലേ? മക്കൾക്ക് വേണ്ടി ജീവിച്ച അമ്മ വലിയ കഷ്ടതകൾ അനുഭവിച്ചിരുന്നു. അമ്മയുടെ ആ കഷ്ടതകൾ ഇല്ലാതാക്കാൻ കുട്ടിക്ക് കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. അടുത്തത്, കറിയുപ്പ് തീർന്നു എങ്കിലും വിയർപ്പ് കുറുക്കിയെടുത്ത് അമ്മ കഞ്ഞി ഉണ്ടാക്കി. ഈ വരികൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അമ്മയും മക്കളും മാത്രമുള്ള കുടുംബം അനുഭവിക്കുന്ന ദാരിദ്ര്യവും ദുരിതങ്ങളും ആണ് അല്ലേ? കഠിനാധ്വാനത്തിലൂടെയാണ് അമ്മ തൻ്റെ മക്കളുടെ വിശപ്പ് മാറ്റുന്നത്. അടുത്തത്, അടുക്കളയ്ക്ക് കറുപ്പു നിറം, പുകയും വിറകിൻ കറുപ്പു നിറം, എത്ര തിരക്കിലും എന്നെ കണ്ടാൽ അമ്മ മനസ്സിൻ മുല്ല നിറം. ഈ വരികളിലൂടെ എന്താ പറയുന്നത്? പുകയുന്ന വിറകിൻ്റെ കറുപ്പ് പരന്ന അടുക്കളയിൽ തളച്ചിട്ട് അമ്മയുടെ ജീവിതവും കരിപുരണ്ടതാണ് അല്ലേ? എത്ര പ്രയാസങ്ങളുണ്ടെങ്കിലും മക്കളെ കണ്ടാൽ അമ്മയ്ക്ക് സ്നേഹമാണ് അല്ലേ? ശുദ്ധമായിട്ടുള്ള സ്നേഹമാണ്. അപ്പോൾ ഈ 4 കവിതയിലും അമ്മയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ മക്കൾ മനസ്സിലാക്കിയല്ലോ. അടുത്ത പ്രവർത്തനം താരതമ്യം ചെയ്യാനാണ്. ഇവിടെ ഒരു ലേഖന ഭാഗം തന്നിട്ടുണ്ട്, അത് നമുക്ക് വായിക്കാം. സാധാരണ മട്ടിലുള്ള ഒരു അണുകുടുംബം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുടുംബം. പ്രഭാതം. സ്കൂൾ വിദ്യാർത്ഥിയായ മകൻ മേശപ്പുറത്ത് പുസ്തകങ്ങൾ നിരത്തി വെച്ച് പഠിക്കുകയാണ്. ഇടയ്ക്കൊരു സമയത്ത് അവൻ അമ്മയെ വിളിച്ചു. ആദ്യം പതുക്കെ, പിന്നെ തെല്ലുറക്കെ, അങ്ങനെ 3-4 വട്ടം. അവർ വിളി കേട്ടില്ല. അമ്മ തൊട്ടപ്പുറത്ത് അടുക്കളയിലുണ്ട്. പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് തുടങ്ങിയ പണിയാണ്. തിരക്കോട് തിരക്ക്. വീട്ടിൽ 4 ആളുണ്ടെങ്കിൽ അവർക്ക് 5 തരം വിഭവം വേണം. ഒരു കൈ സിങ്കിലെ പാത്രങ്ങളിൽ, ഒരു കൈ കുക്കിംഗ് സ്റ്റൗവിൽ, ഒരു കൈ ചിരവയിൽ, ഒരു കൈ മിക്സിയിൽ. അങ്ങനെ ചടുല നർത്തനമാണ്. ഇതൊക്കെ കഴിഞ്ഞു വേണം കുളിച്ചൊരുങ്ങി ഇറങ്ങി ഓടാൻ. ബസ് പിടിച്ച് ആഫീസിലെത്തണ്ടേ? ആരും നിർബന്ധിച്ചിട്ടല്ല, സമയത്ത് ജോലിക്കെത്തണമെന്ന ഒരു താല്പര്യം. ഉള്ളിലെ രോഷവും സങ്കടവും മകൻ്റെ വിളിയെ അവഗണിക്കാൻ അവരെ പ്രേരിപ്പിച്ചു. അപ്പോൾ എഴുതിയിരിക്കുന്നത് അശോകൻ ചരുവിലാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ച് എഴുതിയതാണെന്ന് തോന്നുന്നു. പുസ്തകത്തിൻ്റെ പേര് സംഗീതാർദ്രമായ 2 അക്ഷരം എന്നാണ്. അപ്പോൾ സംഗീതാർദ്രമായ 2 അക്ഷരം എന്ന് പറയുന്നത് അമ്മ എന്നുള്ള അക്ഷരങ്ങൾ തന്നെ ആയിരിക്കില്ലേ? അപ്പോൾ നമ്മുടെ ഈ പാഠഭാഗവും ഈ ഒരു അശോകൻ ചെരുവിലെഴുതിയ ഈ ഒരു ലേഖനത്തിൻ്റെ ഭാഗവും തമ്മിലുള്ള വ്യത്യാസമാണ് എഴുതേണ്ടത്. താരതമ്യക്കുറിപ്പാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ പൊൻകുന്നം വർക്കിയുടെയും അശോകൻ ചെരുവിലിൻ്റെയും രചനകളിലെ അമ്മമാരുടെ ജീവിതാവസ്ഥ കാണിച്ചു തരുന്ന ചില സൂചനകൾ നോക്കൂ. പൊൻകുന്നം വർക്കിയുടെ അമ്മ, പാവപ്പെട്ട കുടുംബം, മക്കളുടെ പഠനത്തിൽ ശ്രദ്ധിക്കാനാവുന്നില്ല, വിദ്യാഭ്യാസമില്ല, കൂലിപ്പണിയെടുക്കുന്നു. അശോകൻ ചെരുവിലിൻ്റെ രചനയിലെ അമ്മയോ, ഇടത്തരം കുടുംബം, താല്പര്യമുണ്ടെങ്കിലും പറ്റുന്നില്ല, ഓഫീസ് ജോലിയുണ്ട്. അപ്പോൾ സൂചനകളുടെയും നിങ്ങൾ കൂട്ടിച്ചേർത്തവയുടെയും സഹായത്തോടെ 2 അമ്മമാരുടെയും ജീവിതം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ആ ഒരു പട്ടികയിലേക്ക് ഈ 2 പോയിന്റും കൂടെ നമുക്ക് എഴുതി ചേർക്കാം. പൊൻകുന്നം വർക്കിയുടെ അമ്മ പരുപരുത്ത ജീവിതാനുഭവങ്ങൾ മനസ്സിലെ സ്നിഗ്ധഭാവത്തെ തല്ലിക്കെടുത്തി മകനോട് സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല. അശോകൻ ചെരുവിലിൻ്റെ രചനയിലെ അമ്മയോ, ജോലിഭാരം കാരണം മനസ്സിൽ രോഷവും സങ്കടവും, മകൻ്റെ വിളിക്ക് കാതു കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് താരതമ്യക്കുറിപ്പ് എഴുതാം. പൊൻകുന്നം വർക്കിയുടേത് പാവപ്പെട്ട കർഷക കുടുംബമാണ്. വീട്ടുകാര്യങ്ങൾ നോക്കാൻ അമ്മ മാത്രമേ ഉള്ളൂ.
വിദ്യാഭ്യാസമില്ലാത്തതിനാൽ കൂലിപ്പണി ചെയ്താണ് മക്കളെ പോറ്റുന്നത്. പരുപരുത്ത ജീവിതാനുഭവങ്ങൾ കാരണം മക്കളോട് സ്നേഹപൂർവ്വം പെരുമാറാനോ അവരുടെ പഠനത്തിൽ ശ്രദ്ധിക്കാനോ കഴിയുന്നില്ല. അശോകൻ ചെരുവിലിൻ്റെ രചനയിലെ അമ്മ ഇടത്തരം കുടുംബത്തിലേതാണ്. തൻ്റെ കുടുംബത്തെ പരിപാലിക്കാനും കൃത്യസമയത്ത് ഓഫീസിൽ പോകാനുമായി വിശ്രമമില്ലാത്ത ജോലി ചെയ്യുന്ന അമ്മയ്ക്ക് മകൻ്റെ വിളികൾ അവഗണിക്കേണ്ടി വരുന്നു. മകനെ സഹായിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും ജോലി കൂടുതൽ കാരണം അതിന് കഴിയുന്നില്ല. കുടുംബത്തിനു വേണ്ടി ത്യാഗപൂർണമായ ജീവിതം നയിക്കുന്ന അമ്മമാരെയാണ് 2 രചനകളിലും കാണാനാവുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്തെ പ്രവർത്തനങ്ങൾ. അപ്പോൾ മക്കൾക്ക് ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.